തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് NDA മുന്നണി. എ ക്ലാസ് മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികളുടെ മുന്നേറ്റത്തിന് പുറമെ 2020യും BDJSും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ കേരളത്തിൽ BJPക്ക് നേട്ടം ഉണ്ടാകുമെന്ന പ്രവചനങ്ങൾ നടത്തിയതോടെ പ്രതീക്ഷ വർദ്ധിച്ചിരിക്കുകയാണ് NDA പാളയത്തിൽ. 3 മുതൽ 11 സീറ്റുകൾ വരെ നേടുമെന്നായിരുന്നു എക്സിറ്റ് പോളുകളുടെ പ്രവചനം. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങൾ വിജയിച്ചു കയറാൻ കഴിയുമെന്നാണ് BJP കണക്കുകൂട്ടൽ. കോഴിക്കോട് ജില്ലയിൽ വ്യക്തമായ മുന്നേറ്റം നടത്താൻ BJPക്ക് സാധിക്കുമെന്ന് ബേപ്പൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥിയും BJP കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിലെ വിശ്വാസ്യത നഷ്ടപ്പെട്ട നേതാവാണ് PV അൻവർ എന്നും രാഷ്ട്രീയത്തിലെ പായ്ക്കപ്പലാണ് അൻവർ എന്നും പ്രകാശ് ബാബു വിമർശിച്ചു. വടകരയിലെ സംഘടന പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതൊക്കെ തന്നെ എന്താണ് പ്രശ്നം എന്നുള്ളത് പരിഹരിക്കാനുള്ള നല്ലൊരു വേദി പാർട്ടിക്കുണ്ട്. അതിൽ തന്നെ അക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. പ്രഫുല്ലിനെ സംബന്ധിച്ചിടത്തോളം പ്രഫുൽ വടകര ലോക്സഭയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് പിടിച്ച ആളാണ്. അതുകൊണ്ട് ആ നിലയിലൊന്നും പ്രഫുല്ലിന്റെ ലീഡർഷിപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നമല്ല. ചില പ്രാദേശിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പാർട്ടിക്കുള്ളിൽ പരിഹരിക്കും. തൃക്കാക്കരയിൽ LDFിലും UDFിലും പാളയത്തിൽ പടയുണ്ടായിട്ടുണ്ടെന്ന് NDA സ്ഥാനാർത്ഥി അഖിൽ മാരാർ പറഞ്ഞു. അവയെല്ലാം തനിക്ക് അനുകൂലമായ വോട്ടായി മാറുമെന്നും തൃക്കാക്കരയിൽ മിന്നുന്ന ജയം നേടുമെന്നും അഖിൽ പറഞ്ഞു. തൃക്കാക്കരയെ സംബന്ധിച്ച് ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉമാ തോമസിലേക്ക് പോകുന്നതിനെക്കാട്ടിയും കൂടുതലും ഉമാ തോമസ് വിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്. ഈവൻ കോൺഗ്രസിനുള്ളിൽ ഭിന്നതകളുണ്ട്. എപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ തോൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് പാളയത്തിൽ പടയാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തിന് തോൽവി സംഭവിക്കുമ്പോൾ ഒരു ഉൾപാർട്ടി ജനാധിപത്യം പറഞ്ഞതിന് ശേഷം ഉൾപാർട്ടി വിപ്ലവമായി മാറും. അപ്പോൾ പാർട്ടിക്കുള്ളിലെ വിള്ളലുകളാണ് പലപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജയപരാജയത്തിന് കാരണമാകുന്നത്. ഈ രണ്ട് സ്ഥാനാർത്ഥിക്കും ഇതുണ്ട് ഇവിടെ. അതേസമയം BJP 2020യെ സംബന്ധിച്ച് അല്ലെങ്കിൽ BDJSനെ സംബന്ധിച്ച് അവർ വലിയ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും നമ്മളെ സ്വീകരിക്കുകയും അത് ആത്മാർത്ഥമായിട്ട് തന്നെ അവർ വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം BJP സംസ്ഥാന നേതൃത്വത്തിൽ അഴിച്ചുപണിയുണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതേസമയം കേരളത്തിൽ മുന്നണി ഭരണം മാത്രമേ സാധ്യമാകൂവെന്നും ഒറ്റയ്ക്ക് ഭരിക്കണമെങ്കിൽ ഇനിയും കാത്തിരിക്കണമെന്നുമാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തലായി പുറത്തുവന്ന റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.